ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഡേ 8 ആണ്. ഇന്ന് ഈവനിങ് ആയതുകൊണ്ട് നമ്മളൊരു വാക്കിന് ഇറങ്ങിയതാണ്. ഒരു പാർക്കും അതേപോലെ തന്നെ പിന്നെ നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ മോളാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മോൾ വെച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഡിഫറൻസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്സ് ഏതൊക്കെയാണ്, ഇവിടുത്തെ ഫുഡ് കോർട്ട് എങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ കൾച്ചർ, അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100 ഡേ ചാലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ 8 ആണ്. സോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്കിവിടെ അതൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേയ്സോ ദിവസങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല, ക്ലാസ് വർക്ക് എന്നുള്ളൊരു ഷെഡ്യൂൾ ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ നാട്ടിലുള്ള എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് വർക്കൊന്നും ഉണ്ടാവില്ല, എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുക, ഫുഡ് കഴിക്കുക. നല്ലപോലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ സൈക്കിൾ റൂട്ട്, അതേപോലെ തന്നെ നടക്കുന്നവർ, അതേപോലെ തന്നെ എപ്പോഴും എല്ലാ പാർക്കിലും കാണുന്ന പോലെ, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ വാക്കിങ്ങിന് വരുന്നവർ, എക്സസൈസിന് വരുന്നവർ, ജോഗിങ്ങിന് വരുന്നവരൊക്കെയാണ്. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്. സോ ഗായ്സ്, നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് വാക്ക് വേയും സൈക്കിൾ വേയും കൂടെ ആട്ടോ. പിന്നെ ഒരു സ്റ്റേഡിയം കൂടെ ഉണ്ട് ഇവിടെ തന്നെ. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു സ്റ്റേഡിയം ഉണ്ട്. ശരിക്കും ഈവനിങ് ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ചെയ്യുന്നതും സമ്മർ ടൈമിൽ ഈ വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ജോഗിങ്ങിന് ഇറങ്ങുക, അതേപോലെ തന്നെ സൈക്ലിംഗ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുക, ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട്. ഇവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രക്കിംഗ് ആണ്. ഇവിടുത്തെ ഒരുപാട് പേർക്ക് ട്രക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര നീറ്റുമാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരു വേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര നീറ്റും ക്ലീനൊക്കെ ആയിട്ടാണ് ഇവരുടെ പാർക്കും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും എല്ലാം അവർ സൂക്ഷിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവിടെയും ഒരു പാർക്ക് പോലെ, ഒരു ചെറിയ ചിൽഡ്രൻ പാർക്ക് പോലെ ഉണ്ടാവും. സോ നമ്മൾ പോകുന്ന വഴി ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്തൊരു പാർക്കും ഉണ്ട്. ഇതൊരു ചെറിയൊരു ചിൽഡ്രൻ പാർക്കാട്ടോ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെയുള്ളത്. ഈവനിങ് ടൈം ആയാലാണ് നമുക്ക് ഇത്രയും പേരെ കാണാൻ പറ്റുക. ഇതേ കുഞ്ഞു പിള്ളേർ ഒരുപാട് പേര് കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പാർക്കിലും ഇതുപോലെ വാട്ടർ അല്ലെങ്കിൽ വാട്ടറിൽ കളിക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയൊരിതും എല്ലാ പാർക്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗെയിംസ് അല്ലെങ്കിൽ കളിക്കുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും പാർക്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഇവിടുത്തെ മാത്രം ഒരു ഐറ്റമാണ്. ഞാൻ ഇവിടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് നടക്കാനുള്ള 2-3 കിലോമീറ്റർ നടക്കാനുള്ള അത്രയും വഴിയുണ്ട് കേട്ടോ നടക്കാനായിട്ട് നമുക്ക്. പിന്നെ എൻ്റെ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാൻകൂവർ കാണണം, പുറത്ത് എങ്ങനെയാണെന്നൊക്കെ കാണണം എന്നൊക്കെ. ഓൾമോസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ, നമ്മുടെ നാട്ടിലെ ഹിൽ സ്റ്റേഷൻ, ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാർ, ആ ഒരു ഫീലാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടെയും. ഓൾമോസ്റ്റ് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നാട്ടിലത്തേക്കാളും ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ജോഗിങ്ങിന് വരുന്നവരും സൈക്ലിങ്ങിന് വരുന്നവരൊക്കെയാണ് നമ്മുടെ നാട്ടിലും ഇവിടെയും തമ്മിൽ എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അകത്തോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ഇപ്പോൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇത് സ്കൈ ട്രെയിൻ വരുന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മെയിൻ റോഡാണ്, അല്ലെങ്കിൽ സിറ്റി തന്നെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കാണ്, നമുക്ക് ഫോറസ്റ്റ് ഏരിയ ആണ്. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്സ് കാണുന്നുണ്ടാവും. അതാണ് നമ്മൾ പോകാൻ പോകുന്ന മോള്. മെട്രോ ടൗണിലെ മോളാണ് നമ്മളിന്ന് പോകുന്നത്. സോ നമുക്ക് മോളിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനത്തെയും കുറേ ഭംഗിയുള്ള ലൈക്ക് ഗ്രാസ് കൊണ്ട് തന്നെയാണ്
ഇവിടെ ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള കുറേ വീടുകൾക്കൊക്കെ നമ്മൾ മതിൽ നാട്ടിൽ കെട്ടുന്നതിന് പകരം ഗ്രാസ് കൊണ്ടുള്ള മതിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ ഗ്രാസ് കൊണ്ട് അവരിങ്ങനത്തെ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് സ്കൈ ട്രെയിൻ സ്റ്റേഷനും ഇവിടെ തന്നെയാണ്. എല്ലാ സ്കൈ ട്രെയിൻ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു ബസ് സ്റ്റോപ്പും ഉണ്ടാവും. നമുക്കിപ്പോൾ സ്കൈ ട്രെയിനിന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കണക്ട് ചെയ്യാൻ പറ്റും. സോ പബ്ലിക് ട്രാൻസ്പോർട്ടും ഒരുവിധം ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇറങ്ങി കുറേ നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പെട്ടെന്ന് ബസ് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ വണ്ടി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനീ പറഞ്ഞ പോലെ ഇന്നലെ എൻ്റെ വണ്ടിയുടെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫുൾ വീഡിയോ ഈ ബൈക്കിൻ്റെ. സോ അത് കയറി കാണുക. സോ നമ്മുടെ മോൾ എത്താറായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് ഷോപ്സ് വരുന്നുണ്ട് കേട്ടോ. കുട്ടിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഫാർമസീസും അതേപോലെ തന്നെ ഡെൻറ്റൽ കെയർ, കുഞ്ഞു ഷോപ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ചൈനീസ് സ്റ്റോറൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ മോള് വരുന്നത്. ഇവിടെ പിന്നെ നൈറ്റ് ലൈഫ് എനിക്ക് ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര നൈറ്റ് ലൈഫ് കുറവാണ്. നമ്മുടെ അവിടെ എങ്ങനെ പോയാലും ഷോപ്സ് ഒരു 10, 11, 12 ആ ഒരു ടൈം വരെയൊക്കെ വർക്കിംഗ് ആയിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് മോളിലായാൽ പോലും 7 മണിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും അടയ്ക്കും. ക്ലോസിങ് ടൈമാണ് അവരുടെ. പിന്നെ ആ 24 hours നിൽക്കുന്നത് സബ്വേ അല്ലെങ്കിൽ ടിം ഹോട്ടൻസ് അങ്ങനത്തെയുള്ള ചില ഷോപ്സ് മാത്രമാണ് 24 hours നിൽക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവിടെയും സമ്മറായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്നൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷൻ്റെ അവിടെ ആയാലും അല്ലെങ്കിൽ റോഡ് സൈഡിലായാലും ഇതുപോലെ വയലിൻ ഗിറ്റാറൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നവരെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ലൈക്ക് അവർ പാട്ട് പാടി നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. കോയിൻസ് ഒരുപാട് പേര് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നവരുണ്ട്. ഈ ഒരു കാഴ്ച നമുക്ക് എല്ലാവിടെയും കാണാൻ പറ്റും. ഒരുപാട് പേരിങ്ങനെ മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മ്യൂസിക്കായിട്ട് കാണുന്നുണ്ടാവും. ലൈക്ക് ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെപ്പോലെ യങ്ങായിട്ടുള്ളവരായിരിക്കാം, എല്ലാവരെയും കാണാറുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സ്ഥലം മെട്രോ ടൗൺ എന്ന് പറയുന്ന ഇവിടെ ഇപ്പോൾ ആൾ നിൽക്കുന്ന സ്ഥലത്ത് കണ്ടോ, ഇവിടെ എപ്പോഴും ഞാൻ എപ്പോൾ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ കാണാറുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മോൾ എന്ന് പറയുന്നത്. മെട്രോപോളിസ് അറ്റ് മെട്രോ ടൗൺ എന്ന് പറയുന്നതാണ് മോള്. ഇത് കണക്ട് ചെയ്തിട്ട് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാൾമാർട്ടും വരുന്നത്. നമ്മളെപ്പോഴും ഷോപ്പിങ്ങിന് വരുന്നതും ഇവിടെ തന്നെയാണ്. ഈ മോളിലുള്ള വാൾമാർട്ടിലാണ് നമ്മൾ വരാറ് കേട്ടോ. നമുക്ക് മോളിൻ്റെ അകത്തോട്ട് പോകാം. ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഓടിപ്പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. സോ ഇതാണ് നമ്മുടെ മോളിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഇതില്ലാതെ നമുക്ക് ഒരുപാട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മെട്രോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിരിക്കും ഏറ്റവും ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. അറിയാം. സോ ഓക്കെ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്, താഴെ പാർക്കിംഗ് ആണ്. കയറി ഉടനെ നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഇവിടുത്തെ മൊബൈൽ നെറ്റ്വർക്കിംഗ് കമ്പനിയാണ് റോക്കേഴ്സ്. അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ബക്ക് ഫോർ 2 ലൈക്ക് ഇപ്പോൾ ഡോളറാമ പോലെ തന്നെ, അല്ലെങ്കിൽ ലൈക്ക് ചെറിയ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ടാവും കേട്ടോ. അതാണ് ഇവിടെ. കോഫിയുടെ ഒരു ഷോപ്പുണ്ട്, ഡ്രസ്സിങ് ഷോപ്പുണ്ട്, ലെങ്സിൻ്റെ ലൈക്ക് സ്പെറ്റ്സിൻ്റെ ഷോപ്പുണ്ട്. ഇതൊക്കെയാണ് ഗ്രൗണ്ടിൽ വരുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ഷോപ്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഒന്നിലും കയറാനോ ഒന്നും വാങ്ങിക്കാനൊന്നും വന്നതല്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നൊരു ലോട്ടറി എടുത്തേക്കാം. സോ ഇവിടുത്തെ ലോട്ടറി ഇങ്ങനെയാട്ടോ, ലോട്ടോ ഇതാണ് ഇവിടുത്തെ ലോട്ടറി. നമ്മൾ $3 വെച്ചൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നെടുത്ത് കഴിഞ്ഞാൽ നാളെ ആയിരിക്കും റിസൾട്ട് വരിക. നമുക്ക് ഇവിടെ തന്നെ വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ലോട്ടറി എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാട്ടോ. നമുക്ക് ലോട്ടറി എടുക്കുന്ന സമയത്ത് നാട്ടിലെ പോലെ എല്ലാവർക്കും കയറി എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ ID കാർഡ് കാണിക്കണം. 18 എബോവ് ആണെങ്കിൽ, 18 വയസ്സിൻ്റെ എബോവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ലോട്ടറി തരത്തുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചേക്കാം. നമുക്കൊരു ലോട്ടറി എടുത്തേക്കാം ഇന്ന് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, നമ്മളിത് $3 ഒരു ലോട്ടറിന് എടുക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1-2 വട്ടം. എനിക്കൊരു വട്ടം $1 ഒരു ചെറിയൊരു പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നുമില്ല, ലക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രം. നാട്ടിലാണെങ്കിൽ ഞാൻ എടുക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് നോക്കാം, പോവാം.
ഫിസിക്കലായിട്ടുള്ള ID കാർഡ് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോട്ടറി കിട്ടത്തുള്ളൂ. സോ ഇന്ന് നമുക്ക് ലോട്ടോ കിട്ടിയില്ല. ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, മോളിക്ക് വരുന്നതുകൊണ്ട് ആവശ്യം വരില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഗൈസ് നമുക്ക് കിട്ടിയില്ല. നോ പ്രോബ്ലം, നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു ദിവസം ട്രൈ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഷോപ്സിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാം. ഇവിടെ എന്തൊക്കെയാണ് ബ്രാൻഡ്സ് വരുന്നത് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരുന്ന ഒരു ഷോപ്പാണ് അർബൻ ബിഹേവിയർ. ഞാൻ ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ നമ്മുടെ ഒരു സ്റ്റുഡിയോ പോലെയൊക്കെ അല്ലെങ്കിൽ ട്രെൻഡ്സ് പോലെയൊക്കെ പറയാവുന്നൊരു ഷോപ്പാണ് അർബൻ ബിഹേവിയർ. നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ അത്യാവശ്യം നമുക്ക് ലൈക്ക് അത്യാവശ്യം കളക്ഷനൊക്കെ ഉള്ളൊരു ഷോപ്പാണ് അർബൻ ബിഹേവിയർ. അല്ലാതെ തന്നെ പിന്നെ നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഫ്യൂച്ചർ ടെക് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഷോപ്പാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോട്ടൽ ഷോപ്സും അല്ലെങ്കിൽ മൊത്തം എന്തൊക്കെ ഷോപ്സാണ് ഉള്ളത് എല്ലാ ഫ്ലോറിൻ്റെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രമല്ല, മൊത്തം ഈ മോളിലെ ഷോപ്സ് നമുക്ക് ഡയറക്ടർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഫ്ലോറിലാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ സെയിം ഡയറക്ടറിയാണ് ഇവിടെയും ഉള്ളത്. ഇതിപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ABC. ലൈക്ക് ഈ കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏത് ഫ്ലോറിലായിരിക്കും എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ഫ്ലോറാണെന്ന് കണ്ടുപിടിക്കുന്നത്. സോ അത് നമ്മൾ നോർമലി നാട്ടിലുള്ള പോലെ തന്നെ ഒരു ഡയറക്ടറിയാണ്. നമുക്ക് അടുത്ത ഫ്ലോറിലോട്ടൊക്കെ പോവാം. സോ ഇവിടെ ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ മൊബൈലിൻ്റെ ഷോപ്സ് കേട്ടോ. ഫ്രീഡം ഒരു സിമ്മാണ്, മൊബൈൽ നെറ്റ്വർക്കാണ്. ഫ്യൂച്ചർ ടെക് എന്ന് പറയുന്നത് സാധാരണ ഒരു മൊബൈൽ ഷോപ്പാണ്. മൊബൈൽ കേസസും അതേപോലെ തന്നെ മൊബൈൽസും അങ്ങനത്തെയൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഫ്ലോറിൽ വരുന്നത് ആപ്പിളിൻ്റെ ഷോപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ സ്പോട്ട് ചെക്ക് വരുന്നുണ്ട്. സ്പോട്ട് ചെക്ക് പിന്നെ നമ്മുടെ നാട്ടിലറിയാമല്ലോ. പിന്നെ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ഏത് നാട്ടിലെ കറൻസി ആണെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി വരുന്നത്. പിന്നെ നമുക്ക് സ്പോട്ട് ചെക്കിലൊന്ന് കയറാനുണ്ട്. നമുക്കൊരു ഷട്ടിൽ ബാറ്റ് ഒന്ന് നോക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ എന്തായാലും ഇന്ന് വന്നതുകൊണ്ട് കയറി നോക്കാം. പ്രൈസ് എന്തായാലും സ്പോട്ട് ചെക്കിൽ കൂടുതലായിരിക്കും. സ്റ്റിൽ നമുക്ക് ക്വാളിറ്റിയും കിട്ടും അതിൻ്റേതായിട്ടുള്ള. അതുകൊണ്ട് നമുക്കതൊന്ന് കയറി നോക്കാം. സോ നമ്മൾ സ്പോട്ട് ചെക്കിൽ കയറിയതാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്ട് വിയേഴ്സും സ്പോർട്സ് ഷൂസും അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. സ്പോർട്ട് ചെക്ക് പിന്നെ അറിയാമല്ലോ. നമ്മൾ നോക്കാൻ വന്ന ഐറ്റം ഞാൻ പറഞ്ഞ പോലെ ഷട്ടിൽ ബാറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒരുപാട് സൈക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബോയ്സിൻ്റെ സെക്ഷനാണിത്. എല്ലാം ഓഫ് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ പ്രൊഡക്ട്സിന് ഇവർ ഓഫ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷട്ടിൽ ബാറ്റ്. നമുക്കത് കണ്ടുപിടിക്കാം. സോ ഫൈനലി നമ്മൾ ഷോപ്പ് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് നമ്മുടെ ബാഡ്മിൻ്റൻ്റെ സെക്ഷൻ കണ്ടുപിടിച്ചു കേട്ടോ. സോ ഇവിടെ ബാറ്റ്സും അതേപോലെ തന്നെ ഹോക്കി, ബാസ്കറ്റ് ബോൾ, ടെന്നീസ് ബോൾ എല്ലാം ഉണ്ട്. നമ്മുടെ സെക്ഷൻ ഇവിടെയാണ്. സോ നമുക്ക് പ്രൈസ് നോക്കാം കേട്ടോ, എത്രയാണ് വരുന്നത് ബാഡ്മിൻ്റൻ്റെ ഒക്കെ എന്നൊക്കെ. ഓക്കെ, ദീസ് ആർ നോട്ട് ബാഡ്മിൻ്റൺ. ഇത് ബാഡ്മിൻ്റൻ്റെ അല്ല, ഇവിടെയാണ് ബാഡ്മിൻ്റൺ വരുന്നത്. സോ ഇതൊക്കെയാണ് ബാഡ്മിൻ്റൺ വരുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസ് ഒക്കെ നോക്കാം. Really good ones? These ones, the quality is going to be a lot better on the Yonex ones. And what about these? These have like a couple of bats Those inside would be this? there'll be 4 of the rackets. You'll get 3 birdies and you'll get... സോ ഗൈസ്, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് ചോദിച്ചപ്പോൾ, ഇവിടുത്തെ സെയിൽസ് ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ലൈക്ക് ബിഗിനേഴ്സിനും അതേപോലെ തന്നെ നമ്മൾ വീക്ക്ലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കളിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്. അല്ലാതെ യോനെക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അടിപൊളി ബ്രാൻഡാണ്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. $199, $200 ഈ ഒരു ബാറ്റിൻ്റെ, സിംഗിൾ ബാറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻസ് എടുക്കാനുള്ള പ്ലാനാണ്. പ്രിൻസിൻ്റെ തന്നെ ഒരു സെറ്റ് കിട്ടും നമുക്ക്. ലൈക്ക് ഇതിൽ 4 ബാറ്റും റാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം $70 ആണ് വരുന്നത്. സോ നമ്മൾ ഇതെടുക്കാനാണ് പ്ലാൻ. സോ നമുക്ക് അതെടുത്തിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ നമ്മൾ ഇതാട്ടോ ഗൈസ് എടുത്തത്. ഇത് പ്രിൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സെറ്റാണ്. 4 ബാറ്റ് വരുന്നുണ്ട്, അല്ലാതെ റാക്കറ്റ് വരുന്നുണ്ട്, 3 റാക്കറ്റ് വരുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് നെറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്രൈസൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. സോ നമ്മളിപ്പോൾ ഈ ബാറ്റാണ് എടുത്തേക്കുന്നത്. സോ നമുക്കിനി മോളും കൂടെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോവാം.
സോ നമ്മൾ വെറുതെ വരുവാണെന്നാണ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. എനിക്കറിയാം പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചിലവാണ്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരും. സോ നമ്മൾ കുറേ നാളായിട്ട് ഒരു ബാഡ്മിൻ്റൺ ബാറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു ഡീലിന് കിട്ടിയപ്പോൾ നമ്മൾ സ്പോർട്സ് ചെക്കിൽ തന്നെ വാങ്ങിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് 4 ബാറ്റും റാക്കറ്റും നെറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തതായത് കിട്ടിയതുകൊണ്ട് നമ്മളത് ഒന്നും നോക്കില്ല, അപ്പം തന്നെ എടുത്തു. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു, ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ ഷോപ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂസിൻ്റെ, ഡ്രസ്സിൻ്റെ, ഇതൊക്കെയാണ് നമ്മുടെ മോളുടെ വ്യൂ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സോ ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് എനിക്കൊരു നാളെ ഒരു എക്സാം ഉണ്ട്, ഫിനാൻസിൻ്റെ ഒരു എക്സാം ഉണ്ട്. ഞാൻ പഠിക്കുന്നത് MB ആണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ UCW MB ആണ് പഠിക്കുന്നത്. എൻ്റെ 3rd ടേമാണ്. എനിക്കൊരു 3 ടേമും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഇയർ ജൂണൊക്കെ ആകുമ്പോഴാണ് എൻ്റെ സ്റ്റഡീസ് തീരുന്നത്. അപ്പോൾ നാളെ ഒരു എക്സാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മോളിലോട്ടും കൂടെ വന്നത്. ജസ്റ്റ് ഒരു വാക്കിങ്ങിലൂടെ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ബ്രാൻഡ്സ് ടോമി ഹിൽഫിഗർ, ജാക്ക് ആൻഡ് ജോൺസ്, പിന്നെ വരുന്ന ബ്രാൻഡ്സ് ഗസ് വരുന്നുണ്ട്. ഗസ് ഒന്നും നമ്മുടെ നാട്ടിലില്ലെന്ന് തോന്നുന്നു. ജാക്ക് ആൻഡ് ജോൺസ്, സ്കെച്ചേഴ്സ്, ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ബോഡി ഷോപ്പ്, ഇതൊക്കെ നാട്ടിലുള്ള ഷോപ്സ് തന്നെയാണ് കേട്ടോ. ബ്രാൻഡ് തന്നെയാണ് ഇവിടെയൊക്കെ വരുന്നത്. ഏകദേശം ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി. എല്ലാം ക്ലോസിങ് ടൈമിലോട്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ക്ലോസ് ചെയ്ത് കുറേ ഷോപ്സൊക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഗായ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മോള് പോലെ തന്നെയാണ്, നിങ്ങൾ കണ്ടില്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോപ്സ് ഇവിടെ തന്നെ ഉണ്ട്. അഡിഡാസ് ഉണ്ട്, അല്ലാതെ ഇപ്പം ഞാൻ കാണിച്ച ബ്രാൻഡ്സ് ഉണ്ട്, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ച പോലെ അഡിഡാസ് ഉണ്ട്, അതേപോലെ ആപ്പിൾ ഷോറൂംസ് ഉണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, ടോമി ഹിൽഫിഗർ, ജാക്ക് ആൻഡ് ജോൺസ്, ഇതുപോലെ എല്ലാ ഷോപ്സും വരുന്നുണ്ട്. അപ്പോൾ നോർമലി ഫുഡ് കോർട്ടും കൂടെ വരുന്നുണ്ട്. നോർമലി അത് ചെറിയൊരു ഫുഡ് കോർട്ടാണ്, പക്ഷേ ഏകദേശം ഫുഡ് കോർട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ബാറ്റും വാങ്ങി. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ Day 8 സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചെയ്യുക. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. വാൻകൂവറിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം, മീറ്റ് ചെയ്യാം. ഓണമൊക്കെയാണ് വരുന്നത്. അതിൻ്റെ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്യുവാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഞാനൊരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ബൈ ഗായ്സ്, ഓൾവേസ് ടേക്ക് കെയർ, ലവ് യു, ബൈ. സോ മോളിൻ്റെ ഒരു കുഞ്ഞു വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഗായ്സ്, ഇതൊക്കെയാണ്